ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ മുഹമ്മദ് ഫാരിസ്. ഈ വീഡിയോയുടെ തമ്പ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. PSC നവംബർ മാസം വരെയുള്ള കലണ്ടർ മാത്രമേ പുറത്തിറക്കിയിട്ടുള്ളൂ, പിന്നെ എങ്ങനെ ഡിസംബർ മാസത്തിലെ നോട്ടിഫിക്കേഷൻസ് അഥവാ എക്സാം കലണ്ടർ അറിയാൻ കഴിഞ്ഞത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതൊന്നുകൊണ്ടല്ല, എന്റെ പ്രധാന കാരണം ഈ വർഷം PSC കൊണ്ടുവന്ന പുതിയൊരു മാറ്റം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2024 തുടക്കത്തിൽ തന്നെ ഈ വർഷം നടക്കാൻ സാധ്യതയുള്ള പരീക്ഷകളുടെ ഏകദേശ മാസങ്ങളുടെ ഒരു കലണ്ടർ PSC ആദ്യം തന്നെ ഈ വർഷം തുടക്കം തന്നെ PSC പുറത്തുവിട്ടിരുന്നു. ഇപ്പൊ നമുക്ക് ഏകദേശം PSC നവംബർ മാസം വരെയുള്ള പരീക്ഷാ കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോ നവംബർ 9-നാണ് LSTS എക്സാം വരുന്നത്. സോ ഈ PSC 2024 പുറത്തുവിട്ട ആദ്യത്തെ പരീക്ഷാ കലണ്ടറും ഇതുവരെ വന്ന ആ ഒരു PSC പരീക്ഷാ കലണ്ടറും അടിസ്ഥാനപ്പെടുത്തി അത് താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 10ാം ക്ലാസ്സുകാർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. കാരണം അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇപ്പോ LDC പരീക്ഷ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഒക്ടോബർ 19 ആകുമ്പോഴേക്കും LDC പരീക്ഷ മുഴുവനായിട്ടും അവസാനിക്കും. അത് കഴിഞ്ഞാൽ ഡിഗ്രി ഇല്ലാത്തവർക്ക് LGS പരീക്ഷയുടെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നവംബർ 2-നാണ് LGS പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ രണ്ട് പരീക്ഷയും കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തൊരു 10th ലെവൽ നോട്ടിഫിക്കേഷൻ അല്ല, ഓൾറെഡി അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് വീണ്ടും ഒരു അവസരം വരികയാണ്. 10th പ്രിലിംസ്, ഓക്കെ, അതായത് ഈ കാണുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ്? സ്റ്റോർ കീപ്പർ, ഓഫീസ് അറ്റൻഡന്റ്, ലബോറട്ടറി അസിസ്റ്റന്റ് ടൈം കീപ്പർ. സോ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഉടൻ തന്നെ എന്ത് പ്രതീക്ഷിക്കാം? നമുക്ക് ഡിസംബർ മാസത്തിലോ അല്ലെങ്കിൽ ജനുവരി സ്റ്റാർട്ടിങ്ങിലോ നമുക്ക് 10th ലെവൽ പ്രിലിംസ് പരീക്ഷ പ്രതീക്ഷിക്കാം. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നമ്മുടെ 2024 തുടക്കത്തിൽ PSC ഒരു പരീക്ഷാ കലണ്ടർ, എക്സ്പെക്റ്റഡ് മന്ത്സിന്റെ ഒരു പരീക്ഷാ കലണ്ടർ പുറത്തിറക്കിയിരുന്നു. ഓക്കെ, സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് പ്രകാരം പറയുന്നത്, ഈ ഒരു ഡിസംബർ മാസത്തിൽ എന്ത് നടക്കും? ഈ ഒരു പോസ്റ്റുകളുടെ പ്രിലിംസ് എക്സാമും അതുപോലെ തന്നെ മാർച്ച് മെയ് മാസം, അതായത് 2025 മാർച്ച് മെയ് മാസത്തിൽ എന്ത് നടക്കുമെന്നാണ് പറയുന്നത്? ഈ പോസ്റ്റുകളുടെ മെയിൻസ് എക്സാമും നടക്കുമെന്നാണ് PSC ആദ്യമായിട്ട് പുറത്തുവിട്ട പരീക്ഷാ കലണ്ടറിൽ പറയുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷയായതുകൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. നമുക്ക് യൂണിഫോം പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, അത് എല്ലാ വർഷവും വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അത് പറയാം. കാരണം യൂണിഫോം പോസ്റ്റുകളൊക്കെ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എല്ലാ വർഷങ്ങളും എക്സ്പെക്ട് ചെയ്യാം. അതല്ലാതെ 3 വർഷത്തിൽ ഒരിക്കൽ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന പോസ്റ്റുകളാണ് ഇവയൊക്കെ എന്നൊക്കെ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ ഒരു കീ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, LDC പരീക്ഷയോ അതുപോലെ തന്നെ LDC പരീക്ഷയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ അവസരങ്ങൾ അവസാനിക്കുന്നില്ല. തൊട്ട് പിന്നാലെ തന്നെ 10th പ്രിലിംസ് എക്സാമുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് പഠനം ആരും അവസാനിപ്പിക്കരുത്. പല ആൾക്കാരും ഇപ്പൊ LDC എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർ ഓൾറെഡി ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഡൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ഉടൻ തന്നെ അടുത്ത പരീക്ഷ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ ആണല്ലോ? പിന്നെ മറ്റു പോസ്റ്റുകൾ, ഇത് ഒരു മാസമായിട്ട് ആൾക്കാർ എഴുതുന്ന ഒരു പോസ്റ്റുകളല്ല, അതുകൊണ്ട് ജസ്റ്റ് എന്നാലും ഒന്ന് പറയാണ്. ഇതും എന്ത് തന്നെയാണ്? നമ്മുടെ PSC 2024 തുടക്കത്തിൽ പുറത്തിറക്കിയ കലണ്ടറും അതുപോലെ ഇതുവരെ വന്ന പരീക്ഷാ കലണ്ടറും അടിസ്ഥാനപ്പെടുത്തി വരാത്ത എക്സാമുകളാണ് ഈ ഒരു എക്സാമുകൾ എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ അസിസ്റ്റന്റ്, ജൂനിയർ ലെക്ചറർ സ്കൾപ്ചർ, സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിയോളജി, അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ്, അതുപോലെ അസിസ്റ്റന്റ് കന്നഡ നോവിംഗ്, സയന്റിഫിക് ഓഫീസർ, ട്രൈഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ടൗൺ പ്ലാനിംഗ് സർവോയർ ഗ്രേഡ് 2, ടെക്നിക്കൽ സൂപ്പർവൈസർ, ഹൈസ്കൂൾ ടീച്ചർ, സയൻസ് ക്രീറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമുക്ക് ഈ ഡിസംബർ മാസത്തിലോ അല്ലെങ്കിൽ ജനുവരി സ്റ്റാർട്ടിങ്ങിലോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ പരീക്ഷകളാണ്. കാരണം നമ്മുടെ 2024 PSC പുറത്തിറക്കിയ പരീക്ഷാ കലണ്ടർ പ്രകാരം ഇനിയിപ്പോ ഏകദേശം ഡിസംബർ മാസത്തിന്റെ കലണ്ടർ മാത്രമേ വരാനുള്ളൂ അല്ലെ. നവംബർ മാസം വരെയുള്ള പരീക്ഷാ കലണ്ടർ PSC പുറത്തിറക്കിയിട്ടുണ്ട്. ഡിസംബർ മാസത്തിന്റെ പരീക്ഷാ കലണ്ടർ കൂടി ഇനി പുറത്തിറങ്ങാനുള്ളൂ. സോ അതുകൊണ്ട് ഈ പോസ്റ്റുകളിലേക്കൊക്കെ പരീക്ഷ നടത്താനുള്ള സാധ്യത ഏറെയാണ്.
പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, LGSന്റെ പരീക്ഷയുടെ ഡേറ്റ് വന്നു November 2 സ്റ്റാർട്ടിങ്. സോ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു 60 ദിവസം ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യപേപ്പറിലൂടെ നമ്മൾ ഉത്തരങ്ങളിലേക്ക് എത്തണം. അതായത് ഇതുവരെ ഒരുപാട് ഇപ്പോൾ 2021 മുതൽ 2024 വരെ പുതിയ ആ ഒരു സിലബസ് ചേഞ്ചിന് ശേഷം പുതിയ പാറ്റേൺ മാറിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. സോ ആ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ പല ബുക്കുകൾ റെഫർ ചെയ്യുന്നുണ്ടാവും. സോ അതിലെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കീ ആയിട്ട് അത് പഠിച്ചാൽ മാർക്ക് ഷുവർ ആയിട്ടും കിട്ടുന്ന ഏരിയാസ് ഉണ്ടാവും. സോ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ LGSന് മാത്രമാണോ ഗുണമാകുന്നത്? അല്ല, ഞാൻ പറഞ്ഞു തൊട്ട് പിന്നാലെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ 10th പ്രിലിംസ് വരുന്നുണ്ട്. LGS എക്സാമും 10th പ്രിലിംസ് എക്സാമിന്റെയും ആ ഒരു സിലബസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ് അല്ലെ, ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ മാത്രം യൂസ് ആവുന്നു, അതായത് LGS എക്സാമിന് മാത്രമാണ് യൂസ് ആവുന്നത് അല്ല, പിന്നെ ഏതാണ് 10th പ്രിലിംസ് എക്സാമിനും യൂസ്ഫുൾ ആവും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ വരുന്ന എക്സാമിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ച് ആവും. സോ ഈ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 8590202323 നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ LGS പരീക്ഷകൾ നമ്മുടെ റിസൾട്ടുകളാണ് ഈ ഒരു ഇതിൽ കാണുന്നത്. ഓക്കെ, 169 റാങ്ക്, 190 റാങ്ക്, അങ്ങനെ വിവിധ റാങ്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പ്രധാന ലക്ഷ്യവും നിങ്ങളിലേക്ക് എത്തിച്ചു. ഓക്കെ, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക. അതെങ്ങനെയാണ്? ചോദ്യ പേപ്പറിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയാസ് നിങ്ങളിലേക്ക് കൂടുതൽ നന്നായിട്ട് പഠിപ്പിക്കുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കി നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഡീറ്റെയിൽസ്, ഇതുപോലെ പരീക്ഷാ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ വിവിധ എക്സാമുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, നോട്ടിഫിക്കേഷൻസ്, ഡീറ്റെയിൽസ് ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ LGS എക്സാമിന് 169 റാങ്ക് നേടിയ 22 വയസ്സുകാരനാണ് ഞാൻ. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്കിത് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഇത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് നേടാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതെ നിങ്ങളും ഉടനെ തന്നെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഭാഗമാവും.